എന്ന് ഞാൻ മാത്രമല്ലോ എല്ലാരും ആഗ്രഹിച്ച് നിൽക്കുകയാണ്. തുടക്കത്തില് നമ്മളെ സംബന്ധിച്ച് സാറ് മൂവാന്ന് പറഞ്ഞപ്പോഴ് നമുക്ക് ആദ്യം ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. വേറെ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ എവിടെ ചെന്നാലും ദേശായി എന്ന് പറയുമ്പോൾ നമ്മള് കോട്ടയത്ത് അലക്സ് എന്ന് പറഞ്ഞ പേര് ഓൾറെഡി അതിലുണ്ട്. വേറൊരു ബിൽഡർ ചെന്നാൽ അങ്ങനെ ഇല്ല, ഒരു വ്യക്തിയാൽ ബിൽഡർ അറിയപ്പെടുന്നില്ല. ഇതിപ്പോ നമ്മളിപ്പോ എവിടെ ചെന്നാലും വി ആർ ദേശായി സാറിനേക്കാൾ ഒരു പക്ഷേ അലക്സ് സാറിന്റെ പേരാ. ഇപ്പൊ സിദ്ധാർത്ഥ ദേശായിക്കാൾ നമ്മളിപ്പോ എവിടെ ചെന്നാലും അലക്സിന്റെ അങ്ങനെ ഒരു ബ്രാൻഡ് വന്നിട്ട് അത് ഒരിക്കലും ഒരു ബിൽഡറിലും അങ്ങനെ ഇത് ആർക്കും വന്നിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് അബാദി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദുബായ് ആശ്രയ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വ്യക്തിയാൽ സ്ഥാപനം അറിയപ്പെട്ടിട്ടില്ല. ഇതിപ്പോ നമ്മൾ തിരുവല്ല ചെന്നാലും ശരി, ഇപ്പൊ ഏത് സൈറ്റിലും നമ്മളിപ്പോ ചില ക്ലയൻസിനെ കാണാൻ പോകുമ്പോൾ അവർ ആദ്യം പറയണത് അലക്സിന്റെ അല്ലെന്നാ. അവിടെ വി ആർ ദേശായി സാറിന്റെന്നോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ സാറിന്റെ അങ്ങനെ ആ ഒരു പേര് ഓൾറെഡി അവിടെ ആയിപ്പോയി. കാരണം കോട്ടയം ബ്രാഞ്ച് സാറ് ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സാറിന്റെ ഹാർഡ് വർക്കാണ് ഇനി ഈ കാണുന്ന സ്ഥാപനങ്ങൾ ഈ രീതിയിൽ എത്തിച്ചത്. അപ്പോ ഓണറിനേക്കാൾ ഉപരി ആ സ്ഥാപനത്തെ ഈ രീതിയിൽ എത്തിച്ച സാറിന്റെ ഒരു പേര് ഭയങ്കര ഇതായിരുന്നു. നമ്മളിപ്പോ എവിടെ ചെന്നാലും ഇപ്പൊ നമ്മളോട് ആൾക്കാർ ചോദിക്കും അലക്സിന്റെ പയ്യനല്ല, അലക്സിന്റെ സ്റ്റാഫ്, നമ്മളൊരു പ്രൊട്ടക്ഷന്റെ ഒരു കവചം പോലെ നമ്മുടെ മേളിൽ നമ്മളിപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് സാറിനോട് വർക്ക് ചെയ്യുന്നു. സാറ് അതുപോലെ തന്നെ നമ്മളോട്. കാരണം നമ്മളിപ്പോ എവിടെ ചെന്നാലും ഏത് കസ്റ്റമറോട് ഇടപെട്ടാലും എന്താണെങ്കിലും നമ്മളൊരു സംരക്ഷണ വലയത്തിലാണ്. നമ്മളോട് ചോദിക്കാനോ നമ്മളോട് സംരക്ഷിക്കാൻ എല്ലാത്തിനും സാറുണ്ട്. നമ്മളിപ്പോ പറയും, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, ഇപ്പൊ നമ്മളൊരു ഈശ്വര വിശ്വാസിയാണ്. നമ്മളിപ്പോ എപ്പോഴും പറയും ഈശ്വരൻ നമ്മളെ സംരക്ഷിക്കുന്നത് പറയും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പറയും സാറ് നമ്മളെ സംരക്ഷിക്കും. കാരണം നമ്മളിപ്പോൾ തെറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ട്. ഇപ്പൊ നമ്മളൊരു സംശയം വന്നു കഴിഞ്ഞാൽ വിളിച്ചു ചോദിച്ചാൽ ഏത് രാത്രിയിലും പറയും. ഇപ്പൊ തമാശ രൂപത്തിലാണെങ്കിൽ ഇത് എപ്പോഴും പറയും, ഇപ്പോഴും 4 മണിക്ക് സാർ ഓൺലൈൻ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം 4 മണിക്ക് സാർ ലീഡായി, ഉറക്കമില്ല. അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ ഫുൾ ടൈം കമ്പനിക്ക് വർക്ക് ഹോളിക് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പണ്ട് എന്റെ റെസ്യൂമിൽ ഇത് വർക്ക് ഹോളിക് ഈ ഒരിക്കലും എഴുതില്ല. കാരണം വർക്ക് ഹോളിക് എന്ന് പറഞ്ഞ ഒരാള് സാറ് അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും ആരെയും കിട്ടത്തില്ല. ദേശായി ഹോംസിൽ അലക്സ് സാർ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും പറയുക ഇതുപോലൊരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിനും ഒരിക്കലും കിട്ടില്ല. കാരണം ഇത്ര ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന സാറ് ഇരുത്തി പറയുന്നതല്ല, ഇത്ര ആത്മാർത്ഥമായിട്ട് കമ്പനിയെ സ്നേഹിക്കുന്ന, കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. പക്ഷെ ഇത് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല, അങ്ങനെ വരുന്നില്ല. കാരണം അതിന്റെ റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു പേർക്ക് അറിയത്തില്ല. കാരണം ഞാനിവിടെ വന്ന ഒരു 3ാമത്തെ വർഷമാണെന്ന് ദേശായി സാർ ഇവിടെ വരികയും ചെയ്തു. ഓണർ വന്നു, അലക്സ് സാറിന്റെ ക്യാബിനിൽ ഇരിക്കുന്നു. അപ്പോ സാറ് ഓർമ്മയില്ല, ഞാനും വിനു ഇരിക്കുന്നു. അപ്പൊ അന്ന് വി ആർ ദേശായി സാറ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അലക്സിനെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഞാൻ അത് മോശത്തിൽ പറയുന്നല്ല, സാർ അറിയാം, പലരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങളോട് വി ആർ ദേശായി സാർ അന്ന് 1/2 മണിക്കൂർ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. സാറ് ബെൻസ് കാർ എടുത്ത കഥയും സാറ് ഒരു പേപ്പർ ഇൻഡസ്ട്രിയുടെ തുടങ്ങിയ കഥയാണ്. പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വി ആർ ദേശായി സാറ് സ്റ്റാഫ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റാഫിന്റെ പുറകെ പോയി ബുക്കിന്റെ സെയിലായിട്ട് ബന്ധപ്പെട്ട് പോയി. അവരെടുത്തില്ല, ചെറിയ ബിസിനസ് ആയിരുന്നു അത്. എന്നാലും ദേശായി സാർ അത് വിട്ടില്ല, കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത് അയാളെ കൊണ്ട് ചെറിയ ബിസിനസ് എടുപ്പിച്ചു. 1 കോടിയുടെ ബിസിനസ് കിട്ടുന്നതിലും സാറ് ഇമ്പോർട്ടൻസ് കൊടുത്ത ആ 100 രൂപയുടെ ബിസിനസ്സാണ്. അന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ അവരാരും കണ്ട, നിങ്ങൾ അലക്സിനെ കണ്ടുപിടിക്കും. കാരണം 8 മണിക്ക് 9 മണിക്ക് ഒരാൾ ഓഫീസിൽ സാറ് ദേശായി സാറ് ഇറങ്ങി പോകുമ്പോൾ സാർ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ തമാശക്ക് എന്നോട് പറഞ്ഞു, സാർ ഓർമ്മയില്ലേ അലക്സ് പണി ചെയ്യുകയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇനി വല്ല വീഡിയോ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ അലക്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, മാസം ഇത്ര സെയിലും ചെയ്യുമായിരുന്നു. അപ്പൊ അലക്സ് എന്ന് പറഞ്ഞ ഒരാളെ വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും സ്ഥാപനങ്ങൾ തുടങ്ങിയതും. അപ്പൊ അന്ന് ഞങ്ങളോട് അതിനെക്കുറിച്ച്, സാറിനെ കുറിച്ച് ഇത്രയും നല്ല രീതിയിൽ ഒരിക്കലും ഒരു സ്റ്റാഫിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം സാറിനില്ല. പക്ഷെ അതാണ് സാറിന്റെ ഇന്റഗ്രിറ്റി, ആത്മാർത്ഥതയോട് വി ആർ ദേശായി സാർ നമ്മളോട് പറഞ്ഞു. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം മരിക്കുന്നതിന്റെ തലേദിവസം കോട്ടയം ഓഫീസിൽ വന്നു. ഞാൻ വിനുവും കൂടെ കോട്ടയം ഓഫീസ് സൈറ്റ് മജസ്റ്റിക് മോഡിൽ ചെന്നപ്പോ സുമേഷ് ചേട്ടന്റെ അടുത്തിരുത്തിയേക്കുക ദേശായി സാറ്. സ്റ്റാഫ് എന്ന രീതിയിൽ അങ്ങനെയൊന്നുമല്ല, തൊട്ടടുത്തിരുന്ന് എന്താ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാനും വിനു ചെന്നപ്പോഴേ എന്നോട് വിനുവിനോട് ചോദിച്ചു, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങള് എല്ലാം ശ്രദ്ധിക്കണം. സാറിന്റെ എന്നോട് പറഞ്ഞു, അലക്സ് സാറിന്റെ തണലിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് നിങ്ങള് ഭാഗ്യവാൻ. അതായത് പുള്ളി അന്നും പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങള് സാറിനെ കണ്ടുപിടിക്കും, സാർ എന്താണ് ചെയ്യുന്നത് അത് കണ്ടു പഠിക്കുന്നു. അന്ന് ഏകദേശം 1/2 മണിക്കൂറോളം നമ്മളായിട്ട് സംസാരിക്കും. പിറ്റേ ദിവസമാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ, സാറ് ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ഇത്രയും ആത്മാർത്ഥതയോടെ ഈ സ്ഥാപനത്ത് ഇതുപോലെ വർക്ക് ചെയ്ത ഒരാള്, ഒരുപക്ഷെ സിദ്ധാർത്ഥ ദേശായിക്ക് പോലും ഇത്രയും ആത്മാർത്ഥമായിട്ട് കമ്പനിയെ സ്നേഹിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞത്, കാരണം അത് ആ സ്ഥാപനത്തിനോടുള്ള ഇവര് അച്ഛനും മകനെ പോലെ. ചേച്ചിക്കറിയാം, മിക്കവാറും വി ആർ ദേശായി സാർ വിളിക്കുമ്പോൾ അലക്സ് സാർ ഇരുന്ന കസേരയിൽ എണീറ്റ് സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ആ ഒരു ബഹുമാനം
ബഹുമാനവും ആ സ്നേഹവും അത് സത്യമാണ്. ആ സത്യമാണ്. അത് നമ്മൾ തന്നെ പലപ്പോൾ കണ്ടു. ഇവര് വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ പോലും സംസാരിച്ചോണ്ടിരിക്കും. അതാണ് അവര് നമ്മൾ ആ സ്നേഹ ബഹുമാനവും ഇഷ്ടവും. അത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അച്ഛനും മാനെ പോലെയല്ല. അപ്പൊ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സാറും അതുപോലെ ഒരു മകനെ പോലെ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുകയും ഇത്രയും ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിന് എത്തിക്കാനും നമുക്ക് ഓരോ കാര്യങ്ങൾ ഏറ്റവും ഉദാഹരണം പറയാം. ഒരു സെയിലിന്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ തോമസ് എന്ന കസ്റ്റമർ ഫ്ലാറ്റ് എടുത്തു, വന്ന് ബുക്ക് ചെയ്തു, പേയ്മെന്റ് എല്ലാം തന്നു. അദ്ദേഹം ഉദ്ദേശിച്ച ഫ്ലോർ അല്ല, ക്യാൻസൽ ചെയ്യാൻ വന്നതാ. പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിനകത്തും അഡ്വർടൈസ്മെന്റിനകത്തും നമുക്കെതിരെ കംപ്ലൈന്റ്, എനിക്കെതിരെ ഫ്ലോർ മാറ്റിയാന്ന് പുള്ളി ഉദ്ദേശിച്ച അല്ലാന്നൊക്കെ പറഞ്ഞു വന്ന ആള് ഇവിടെ വന്ന് സാറിന്റെ അടുത്ത് ഇരുന്നപ്പോ ഇതെല്ലാം മാറ്റി ആ സാറ് പറഞ്ഞ അതേ ഫ്ലോർ എടുക്കുകയും അതിനുശേഷം നമുക്ക് റെഫറൻസ് തരികയും ചെയ്യും. അതാണ് സാറിന്റെ അതായത് ഒരു നിമിഷം കൊണ്ട് ബിബിൻ അറിയാവുന്ന നമ്മൾക്കെതിരെ എനിക്കും ബിബിനും എതിരൊക്കെ ഒച്ച വെച്ച ആള് സാറിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അത് തിരിഞ്ഞ്. അപ്പൊ ഏത് വ്യക്തിയെ അതുപോലെ ഒരു ബിസിനസ് രീതിയിലാണ് ശരി, ഏത് രീതിയിലും ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളെ. അപ്പൊ സാറ് ഇവിടുന്ന് പോയി കഴിയുമ്പോ ആദ്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിലനിൽപ്പ് വരെ പോകുമെന്നൊരു എനിക്ക് ചിന്തയുണ്ട്. കാരണം നമ്മളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാള്, ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും കിട്ടത്തില്ല. ഇനി പുതിയത് വരുന്ന ഒരാൾ ആരായിക്കോട്ടെ, അവർക്ക് എപ്പോഴും കമ്പനിയോട് ആത്മാർത്ഥതയിൽ ഉപരി നമ്മളോടുള്ള സ്നേഹം ഇതുപോലെ ഉണ്ടാകുന്നില്ല. അപ്പോ സാർ ഇവിടുന്ന് പോകുമ്പോ സാറിന്റെ കരിയർ ഗ്രോത്തും സാറിന്റെ ഒരു പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ വരുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടം. സാറ് നമ്മളെ വിട്ട് പോകുന്നു. സാറ് നമ്മളെ വിട്ട് പോകുമ്പോ എന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാല് ഇതുപോലത്തെ ആത്മാർത്ഥതയുള്ള ഒരാളിലുപരി നമുക്കിങ്ങനെ സംസാരിക്കാൻ, ഏത് പാതിരാത്രിനും വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരാള് നമുക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ ചെന്നാലും ഇനി കിട്ടത്തില്ല. കാരണം 12 മണിക്ക് ആയിക്കോട്ടെ, 3 മണിക്കായിട്ട് ഏത് പാതിരാത്രിയിൽ ഏത് നിമിഷം എത്ര തിരക്കുണ്ടെങ്കിലും സാറ് റിപ്ലൈ ചെയ്യും. ഏത് ക്ലയന്റ് വിളിച്ചാലും ചോദിക്കുന്നതാ, അലക്സ് ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോ എന്റെ ആൾക്കാർ ചോദിക്കും, അലക്സാണ് പുറത്തേക്ക് പോയാലേ ചോദിച്ചു. അലക്സൊക്കെ പോയ അത് കാരണം അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പ്രസ്ഥാനത്തെ ഇതുപോലെ ആക്കിയിട്ട് സാറ് പെട്ടെന്ന് സ്വന്തം ബിസിനസ് ആയിട്ട് പോകുമ്പോഴും കമ്പനിയോട് സാറിനുള്ള ആ സ്നേഹം വിട്ട് പോകാൻ പറ്റുന്നതിൽ ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, അലക്സ് ഓൺ ബിസിനസ് ആയിട്ട് പോകല്ലേ ചോദിച്ചു. നമ്മുടെ പോവാണ്. അപ്പോഴും അവർ പറഞ്ഞ അലക്സ് അവിടെ പോയാലും ദേശായിക്ക് വേണ്ടി തന്നെ നിൽക്കും. അതാണ് സാറും ബിൽഡറും ഇത് ഇവിടെ ഉള്ളവര് നമ്മൾ അറ്റാച്ച്ഡ്. അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞോളൂ. എന്നാലും സാർ അധികം പറയുന്നില്ല. കാരണം സാറ് പോകുന്നതിൽ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. അത് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്ത് സങ്കടവും വിഷമവും ഉണ്ട്. കാരണം നമ്മുടെ ആദ്യം പറഞ്ഞ സംരക്ഷണ കവചം പോയി. 9 വർഷം, മെയ് 5 9 വർഷമായി ഞാനിവിടെ വന്നു. ചേച്ചി ഇവിടെ അല്ലേ? ഇപ്പൊ ഞാൻ 5 വർഷമായി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് സാറ് ഇവിടെ ഉണ്ട്. നമ്മളെ ഇപ്പൊ നമുക്കൊരു ഏതൊരു കസ്റ്റമറെ ഏത് പാതിരാത്രിയും കൊണ്ടുവന്ന സാറ് വെട്ടി തീർക്കുക. ഏത് കസ്റ്റമർ എടുക്കാൻ താല്പര്യമില്ലാത്ത കസ്റ്റമറെ സാറിന്റെ മുമ്പ് ഇരുത്തി കഴിഞ്ഞാൽ ബുക്കിംഗ് ആക്കി വിടുക. ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരാള് നമുക്ക് എങ്ങനെ, അതാണ് ആ ഒരു കപ്പാസിറ്റി. അത് സാർ ഏത് രീതിയിൽ, സാർ ഈ ചെറിയ പ്രായത്തെ മൾട്ടി സ്കിൽ എന്ന് പറഞ്ഞിട്ട്, സാറ് മൾട്ടി അല്ല, സാറ് 20 അതിന് വാക്കുകൾ അറിയുന്നത്. ഒരേ സമയത്ത് പല ഫോണും പല രീതിയിലും. ഞാൻ തിരുവനന്തപുരത്ത് ഈയിടെ ടൂർ പോയപ്പോ എന്നോട് അവിടുത്തെ ആൾക്കാർ ചോദിക്കും, അലക്സ് സാറ് എങ്ങനെ ഒരു മെഷീനാണോ? അവിടുത്തെ സ്റ്റാഫ്. കാരണം ഒരേ സമയത്ത് 100 കോളിൽ ലാൻഡ് ഫോൺ. ഇത് നമുക്ക് കൺവെൻഷനല്ല, മൾട്ടി സ്കിൽ എന്ന് പറഞ്ഞ വാക്കിലുപരി അതിനപ്പുറത്ത് വേറെ വേണം പറയാം. ആ രീതിയിൽ 24 മണിക്കൂർ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്നു. ദൈവം കൊടുത്ത അതിന് സാറെ സന്തോഷം. സാർ ഇനി എവിടെ ചെന്നാലും സാറിന് സാറിന്റേതായ ഒരു ലാൻഡ് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാറ് വളരെ സക്സസ് ആവും. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം സാറിന് ഞങ്ങൾ കഴിവുണ്ട്. നമ്മളെല്ലാരും അതുപോലെ സ്നേഹിക്കും. സാർ ഇവിടെ നാളെയാണെങ്കിലും ദേശായി എപ്പോ വേണമെങ്കിലും വരുന്നതിൽ നമുക്ക് സന്തോഷം. വരണം ഇതിലെ വരുമ്പോൾ.